ഹായ്. അപ്പോൾ ഞാനിന്ന് വരുന്നത് നമ്മളുടെ ട്യൂട്ടോറിയലിനെ പറ്റിയിട്ടുള്ളൊരു അനുഭവം പറയാനാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വരുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു ചേച്ചി കുറേ പ്രാവശ്യം ചുമച്ചു. അപ്പം ഞാൻ 3-4 വട്ടമൊക്കെ ചുമച്ചപ്പോൾ ഞാനും മിണ്ടാതെ നിന്നു. പക്ഷേ വീണ്ടും അവർക്ക് ചുമ നിർത്താൻ പറ്റുന്നില്ല, ചുമച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് നമ്മൾ ചുമയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെയാണല്ലേ. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഇങ്ങനെ ചങ്ക് ഇങ്ങനെ ഓമഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ വേഗം എൻ്റെ ബാഗിൽ നിന്ന് ഈ സാധനം ടീ ട്രീ ഓയിൽ എടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതൊന്ന് തേച്ചോളൂ കേട്ടോ, തൊണ്ടയിലൊന്ന് തേച്ചോളൂ, ഒന്ന് മണക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഞാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ ബസ്സിൽ. അപ്പോൾ ഞാൻ വേറൊരു ചേച്ചിയുടെ അടുത്ത് ബാഗ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി ഞാൻ ബാഗ് തുറന്ന് വേഗം ഇതെടുത്ത് അവർക്ക് അവരുടെ വിരലിൽ ഒരു 2-3 തുള്ളി ഒറ്റിച്ച് കൊടുത്തു. അവർ വേഗം തന്നെ ചങ്കിൽ ഇതാക്കി, അതുപോലെ തന്നെ മൂക്കിൽ മുണക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു, അവർ ചുമച്ചില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചെറുതായിട്ടൊരു ചുമ വന്നു. അപ്പോൾ അവരതിനെ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇതെന്തായാലും ചുമ നിൽക്കുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാനും മിണ്ടാതെ നിന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പെട്ടിയുണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാൻ ഇരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ എണീറ്റ് പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇവർ കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഇരിക്കുന്ന ഒരു ചേച്ചി, അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ബസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ കണ്ണടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, എന്നെ തോണ്ടി വിളിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന സമയത്ത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ആ ചേച്ചിക്ക് കൊടുത്ത ഒരു സാധനം എനിക്ക് കുറച്ച് തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ ചേച്ചി, അയ്യോ മോളെ എൻ്റെ മാറി കേട്ടോ, അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി അത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെന്താ എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ഇത് തുറന്ന് ആ ചേച്ചിക്ക് കൊടുത്തപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, എനിക്കും ഒരു തൊണ്ട് തായോ, ഞാൻ ചോദിക്കാൻ മടിച്ചിട്ടിരിക്കുകയാണ്, എനിക്കിതിൻ്റെ തുറന്നപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൂക്കടപ്പ് മാറിയത്. അപ്പോൾ ഞാൻ ആ ചേച്ചിക്കും കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പിയായി. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ പറയണില്ല. അപ്പോൾ നമ്മൾ സൊല്യൂഷനാണ് കേട്ടോ, നമ്മളുടെ ഉൽപ്പന്നങ്ങൾ സൊല്യൂഷനാണ്. അപ്പോൾ എന്താ പറയുക, നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം അല്ലേ. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മളുടെ ടീ ട്രീ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അപ്പം ആ ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കാല് മുറിഞ്ഞിട്ട് ആണി കയറിയിട്ട് ഒരുപാട് ചോര പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാനിതെടുത്ത് ഒറ്റിച്ച വഴിക്ക് ആ ചോര അവിടെ നിന്നു. അപ്പോൾ ഇത് ചില്ലറക്കാരനല്ല കേട്ടോ, ഇതിനെ വെറുതെ അല്ല കുട്ടി ഡോക്ടർ എന്ന് വിളിക്കണത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ്. നമ്മളുടെ കയ്യിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടായിരുന്നല്ലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി കൊടുക്കാനും സാധിക്കും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേറെ ബെസ്റ്റാണ്. അണുനാശിനിയാണ് കേട്ടോ, അണുക്കളെ കൊല്ലും. അപ്പോൾ മേടിക്കുക, ഉപയോഗിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക.